ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ പേരിൽ എത്ര സിം ഉണ്ട് എന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്നാണ്. ചിലപ്പോൾ നമ്മളറിയാതെ നമ്മുടെ പേരിൽ വേറെ ഏതെങ്കിലും സിമ്മൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാമെന്നാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനെ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ക്രോം ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം സെർച്ച് ഐക്കണിലായിട്ട് സഞ്ചാർ സാധി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ കാണുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇങ്ങനെ അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ മൂന്നാമതായിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും, മൊബൈൽ കണക്ഷൻ യുവർ നെയിം എന്ന് കാണാൻ സാധിക്കും. അതിലെന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇവിടെ ആയിട്ട് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കാം. അതിനുശേഷം ഇങ്ങനെ അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും 10 ഡിജിറ്റൽ മൊബൈൽ നമ്പറിന്. അവിടെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടിയിലായിട്ട് ഒരു എൻ്റർ ക്യാപ്ച എന്ന് കാണാൻ സാധിക്കും. ആ മുകളിലത്തെ കള്ളിയിൽ കാണുന്നത് അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡിറ്റി ക്യാപ്ച എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ അടിയിലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം അടിയിലായിട്ട് ലോഗിൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ ഒരു 8 നമ്പർ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വേറെ നമ്പറൊക്കെ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരിലല്ലാത്ത വേറെ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഈ ടിക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും നോട്ട് മൈ നമ്പറിന്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ നമ്പർ അതിൽ നിന്ന് പോകുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാത്ത നമ്പറാണെങ്കിൽ നോട്ട് റിക്വയർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്പറാണെങ്കിൽ ഒന്നും തന്നെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മുടെ പേരിൽ എത്ര സിം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.